Hey guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ആഡ് ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഹോം പേജിൽ എങ്ങനെയാണ് പോസ്റ്റ് ഗ്രിഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ പോസ്റ്റിൽ വരാം. പോസ്റ്റിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ആഡ് ന്യൂവിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്കൊരു ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. സോ ഞാനിപ്പം ടൈപ്പ് ചെയ്യുന്ന ടൈറ്റിലാണ് ഹൗ ടു മേക്ക് ജിലേബി അറ്റ് ഹോം. നമ്മുടെ ടൈറ്റിലാണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ താഴെ കാണുന്ന പാരഗ്രാഫാണ്. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ബൈ ഡിഫോൾട്ട് പാരഗ്രാഫാണ്. സോ ഇവിടെ നമുക്ക് നമ്മുടെ പാരഗ്രാഫ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻ്റർ അടിക്കാം. അതിനുശേഷം നമുക്കിവിടെ ഹെഡിങ് ആഡ് ചെയ്യാം. പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഹെഡിങ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം നമ്മുടെ ഹെഡിങ്. നമ്മുടെ ഹെഡിങ് ആണ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ എൻ്റർ അടിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാരഗ്രാഫ്, നമ്മുടെ കോണ്ടൻറ്റ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പാരഗ്രാഫിൽ നമുക്ക് കോണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് എൻ്റർ അടിക്കാം. പിന്നെയും നമുക്ക് ഒരു ഹെഡിങ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് എഴുതാം. പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് കാണാൻ കഴിയും. ഓക്കെ, നമുക്കിവിടെ പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പാരഗ്രാഫ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ലിസ്റ്റ് എടുക്കാം. ലിസ്റ്റ് എടുത്തിട്ട് നമുക്കിവിടെ നമ്പേർഡ് ലിസ്റ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കോണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ പോസ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് വരാം. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആഡ് ന്യൂ കാറ്റഗറി നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം സ്വീറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ആഡ് ന്യൂ കാറ്റഗറി എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറി ഇവിടെ ആഡ് ചെയ്യുന്നത്. നമ്മുടെ പോസ്റ്റിംഗ് പേജിൽ നമ്മളിവിടെ ഇങ്ങനെയാണ് കാറ്റഗറി ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ടാഗ്സ് ആഡ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ജിലേബി. ഇനി അടുത്ത ടാഗ് എന്താണ്? അടുത്ത ടാഗ് സ്വീറ്റ്. ഓക്കെ, സ്വീറ്റ് ആണ്. സോ നമ്മൾ രണ്ട് കാറ്റഗറി ആഡ് ചെയ്തു. ഇനി നമുക്ക് ഫീച്ചേർഡ് ഇമേജ് വന്നിട്ട് നമുക്ക് നമ്മുടെ പോസ്റ്റിന് വേണ്ടതായ ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ സെലക്ട് ഫയൽസിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്ക് ഇതിന് പറ്റിയുള്ള ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്ന ജിലേബിയുടെ ഇമേജാണ്. സോ ഓക്കെ, ഇതാണ് നമ്മുടെ ഇമേജ്. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അപ്ലോഡായി. ഇനി നമുക്ക് സെറ്റ് ഫീച്ചേർഡ് ഇമേജിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീച്ചേർഡ് ഇമേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പബ്ലിഷ് എന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ പബ്ലിഷിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ വ്യൂ പോസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിന് വേണ്ടി നമുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഡാഷ്ബോർഡിൽ വരാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ നമ്മുടെ പോസ്റ്റിൽ പോവാം. അതിനുശേഷം നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ ഡ്യൂപ്ലിക്കേറ്റർ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ ഡ്യൂപ്ലിക്കേറ്ററിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഇവിടെ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഹൗ ടു മേക്ക് ലഡു അറ്റ് ഹോം. ഇനി നമുക്ക് ഇവിടെ ടാഗ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്കിവിടെ ലഡു എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി അടുത്തത്
നമ്മുടെ ഫീച്ചേർഡ് ഇമേജ് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് റീപ്ലേസ് ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സെലക്ട് ഫയൽസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെറ്റ് ഫീച്ചേർഡ് ഇമേജിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സെറ്റ് ഫീച്ചേർഡ് ഇമേജിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ പബ്ലിഷ് ചെയ്യാം. സോ നമ്മൾ ഇങ്ങനെയാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ നമ്മുടെ ഹോം പേജ് വന്നിട്ട് നമുക്കിവിടെ മൈ റെസിപ്പീസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതുവരെയുള്ള, അതായത് റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത റെസിപ്പീസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. സ്ക്രോൾ ചെയ്യുമ്പോഴേ ഇത് കാണാൻ കഴിയത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ കാറ്റഗറീസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നെയിം, നമ്മുടെ കാറ്റഗറിയുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്യാം. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് സ്നാക്സ് ആണ്. അതിനുശേഷം ഈ താഴെ കാണുന്ന ആഡ് ന്യൂ കാറ്റഗറിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ കഴിയും നമ്മുടെ കാറ്റഗറി ആഡ് ആയത്. ഇതുപോലെ നമുക്ക് കുറേ കാറ്റഗറീസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. അടുത്തൊരു കാറ്റഗറി ഡിന്നർ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തൊരു കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സൂപ്പ് ആണ്. നമുക്കിവിടെ ആഡ് ന്യൂ കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഇതുപോലെ കാറ്റഗറീസ് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ആഡ് ചെയ്ത കാറ്റഗറീസ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. അടുത്ത കാറ്റഗറി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. സോ ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കേക്ക് ആണ്. ആഡ് ന്യൂ കാറ്റഗറി. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കേക്ക് എന്ന കാറ്റഗറി കാണാൻ കഴിയും. ഇനി അടുത്തത് നമുക്ക് ഡിസേർട്ട് ആണ് ആഡ് ചെയ്യുന്നത്. ഡിസേർട്ട് ആഡ് ന്യൂ കാറ്റഗറി. അപ്പോൾ ഡിസേർട്ട് എന്ന കാറ്റഗറി ഇവിടെ തരുവാൻ കഴിയും. സോ നിങ്ങൾക്കിവിടെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്കൊരു കാറ്റഗറി നമുക്കിവിടെ ആഡ് ചെയ്യാം, ഫുഡ്. ഓക്കെ, ആഡ് ന്യൂ കാറ്റഗറി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വേണമെങ്കിൽ ക്വിക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫുഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് എന്ന് ആഡ് ചെയ്യുന്നതാണ്. അപ്ഡേറ്റ് കാറ്റഗറി. ഇങ്ങനെയാണ് നമ്മളിവിടെ കാറ്റഗറി ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓക്കെ അടിക്കുക. ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് കാറ്റഗറി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് പോസ്റ്റിൽ വരാം. അടുത്ത കാര്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഈ പോസ്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്വിക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പോസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ക്വിക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമുക്കിവിടെ ക്വിക്ക് എഡിറ്റിൽ നമുക്ക് ഇതുപോലെ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹൗ ടു മേക്ക് ഫ്രാങ്കി അറ്റ് ഹോം. ഓക്കെ, ഇത് നമ്മുടെ ടൈറ്റിലാണ്. ഇനി നമ്മൾ മുമ്പേ ആഡ് ചെയ്ത കാറ്റഗറീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. സോ ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടത് അത് നമുക്ക് ചെക്ക് ചെയ്യാം. വേണ്ടാത്ത നമുക്ക് അൺചെക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ടാഗ്സിൽ നമുക്കിവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഓക്കെ നമുക്കിതെല്ലാം ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സ്നാക്സ് എന്ന് ആഡ് ചെയ്യാം. കോമ ഇട്ടിട്ട് അടുത്ത ടാഗ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എഴുതാം ഫ്രാങ്കി. ഇനി അടുത്തത് നമുക്ക് ഈ സ്റ്റാറ്റസിൽ നമുക്ക് പബ്ലിഷ്ഡ് എന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഇതുവഴി തന്നെ അപ്ഡേറ്റ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്വിക്ക് എഡിറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് പേജിൽ നമുക്കിവിടെ നമ്മുടെ പോസ്റ്റ് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഇമേജ് എഡിറ്റ് ചെയ്യാം.
കാരണം നമ്മൾ ക്വിക്ക് എഡിറ്റിൽ ഇമേജ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമുക്ക് എഡിറ്റിൽ പോയിട്ട് നമുക്ക് ഈ കാണുന്ന ഫീച്ചേർഡ് ഇമേജിൽ നമുക്ക് റീപ്ലേസ് ഇമേജ് എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് പോയിട്ട് നമ്മുടെ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഞാനിപ്പം കാണുന്ന ഈ ഫ്രാങ്കി സ്നാക്സ് ഇത് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് സെറ്റ് ഫീച്ചേർഡ് ഇമേജ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പേജ് നമുക്ക് റിലോഡ് ചെയ്യാം, നമ്മുടെ പോസ്റ്റ് പേജ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ പോസ്റ്റിൻ്റെ ഇമേജ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റിയതായിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പോസ്റ്റ് ആഡ് ചെയ്യുന്നത്.